ഇടതുപക്ഷത്തെ വിമർശിക്കുന്നത് കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കും എന്നതുകൊണ്ടാണത്രേ എന്നാണ് ഈ അവതാരകൻ പറയുന്നത്. ഞാൻ എ കെ ബാലനെ വിമർശിച്ചതിനാൽ ഇടതുപക്ഷം എന്നെ അടുപ്പിക്കാറില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പുളിക്കും. എനിക്ക് ക്ഷണക്കത്ത് പോലും ചലച്ചിത്ര ഫിലിം ഫെസ്റ്റിവലിൻ്റെ ആയാലും ചലച്ചിത്ര അവാർഡിൻ്റെയൊക്കെ ക്ഷണക്കത്ത് പോലും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തരുന്നില്ലത്രേ. വിളിക്കില്ല. എന്തെങ്കിലും ഒരു ചടങ്ങിനും എന്നെ വിളിക്കില്ല. എന്നാലും വിളിക്കാതെ എല്ലാ സ്ഥലത്തും കയറി പോകുന്നവനാണ് ഞാനെന്നാണ് ഇയാൾ പറയണേ. വിളിക്കാതെ പോകുന്നവന്മാരുടെ ലിസ്റ്റിൽ എന്നെ കയറ്റില്ലേ സ്നേഹിത. കൊച്ചി മെട്രോയും വിഴിഞ്ഞം തുറമുഖവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നിടത്ത് വിളിക്കാതെ പോയിരിക്കുന്ന സംസ്കാരം എനിക്കില്ല സാറേ. മന്ത്രി എ കെ ബാലനെ ഞാൻ പലപ്പോഴും വിമർശിക്കേണ്ടി വരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൽ ഡയറക്ടറായിരിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് ഉത്തമ ബോധ്യം ഉണ്ടായതിനാൽ, സ്വയം തോന്നിയതിനാൽ രാജിവെക്കാതെ തന്നെ 2 വർഷത്തിലധികം ഞാൻ മാറി നിന്നെന്ന് പറഞ്ഞതിനെയാണ് ഈ അവതാരക ശ്രേഷ്ഠൻ പിണറായി അളിയനായിട്ട് വരും വളച്ചൊടിച്ച് നാണക്കേട് എനിക്കുണ്ടാക്കാൻ കഴിയില്ല. അതെൻ്റെ പാർട്ടിക്കാർക്കെങ്കിലും അറിയാം. താങ്കൾ നാറും എന്നുള്ളതല്ലാതെ ഞാൻ നാറില്ല. എന്നെ അതുകൊണ്ടാണെന്ന് ഇപ്പോൾ അടുപ്പിക്കാത്തത്. എടാ, അടുപ്പിക്കാൻ ചെന്നാലല്ലേ അടുപ്പിക്കൂ, അല്ലെങ്കിൽ അടുപ്പിക്കേണ്ടാന്ന് തീരുമാനിക്കാൻ. ദിനേശ് ആ വഴി പോകില്ലല്ലോ. ക്ഷണക്കത്ത് ഫിലിം ഫെസ്റ്റിവലിൽ എനിക്ക് തരാതായത് അക്കാഡമി ചെയർമാൻ്റെ പെണ്ണുപിടുത്തത്തിനെതിരെ പ്രതികരിച്ചതിനാണെന്നും ക്ഷണക്കത്തില്ലെങ്കിലും ഞാൻ പോയാൽ അവിടെ ആരും എന്നെ തടയില്ല എന്നും ഞാൻ പറഞ്ഞതിനെ ഈ അവതാരകൻ റൂട്ട് മാറ്റിവിടുന്നു. അത് കയ്യിൽ വെച്ചാൽ മതി എന്നേ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ രണ്ടും 2 ജീനല്ലേ. കുമ്മനടി പോലുള്ള ഒരു പ്രയോഗത്തിനും എന്നെ കൊള്ളില്ല മനുഷ്യ. ചാണകം തലയിൽ ഉണങ്ങിയാലുള്ള കുഴപ്പമാണ് വായ തുറന്നാൽ എന്തു നുണയും വച്ച് കാച്ചിക്കളയുന്നത്. ഒരു ഉദാഹരണം വേണമെങ്കിൽ ഞാൻ പറയാം. ജോൺ ബ്രിട്ടാസിൻ്റെ ഒരു സംവാദത്തിൽ ഞാൻ പങ്കെടുക്കുകയാണ്. ആ സംവാദത്തിൽ പങ്കെടുക്കാൻ BJPയിൽ നിന്നും ഒരു പുരുഷോത്തമനാണ് വന്നത്. അദ്ദേഹം ഡൽഹിയിൽ നിന്നാണ് വന്നത്. ഒരു ടിപ്പിക്കൽ രാഷ്ട്രീയക്കാരനെ പോലുള്ള ഒരു മനുഷ്യൻ, തടിച്ച് ചീർത്ത ഒരു മനുഷ്യൻ. ഈ ചർച്ച നടക്കുന്നതിനിടയിൽ ഈ പുരുഷോത്തമൻ പറഞ്ഞു, ഈ ഇരിക്കുന്ന ദിനേശ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാവുമെന്ന് ഞാൻ കരുതിയതല്ല. ഞങ്ങളുടെ നാട്ടിൽ ഏതൊരു സ്ഥലം പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലായിരുന്നു ദിനേശിൻ്റെ ജനനം. ദിനേശിൻ്റെ അച്ഛൻ ഒരു നല്ല സംഘീ പ്രവർത്തകനായിരുന്നു. RSSൻ്റെ ശാഖയിൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന കാലത്ത് 10 വരെ പഠിക്കുന്നവരെയും ദിനേശ് ശാഖയിൽ പങ്കെടുക്കുമായിരുന്നു. ജോൺ ബ്രിട്ടാസ് ഒന്ന് ഞെട്ടി. ആണോ ദിനേശ് എന്ന് എന്നോട് ചോദിച്ചു. എനിക്ക് ഉത്തരമില്ല. ഞാൻ മിഴുങ്ങസിയാന്ന് പറഞ്ഞിരിക്കുക. ഇങ്ങനെ ആക്കി ഞാനിരുന്നു. 10ാം ക്ലാസ് വരെ പഠിക്കുന്നവരെ, 10ാം ക്ലാസ്സിൽ എത്തുന്നത് വരെ ഞാൻ സംഘീയയുടെ RSSൻ്റെ ശാഖയിൽ പോയിക്കൊണ്ടിരുന്നവനാണ്. അണ്ടിമുക്ക് ശാഖയിൽ എവിടെയാണ്. എൻ്റെ അച്ഛൻ ഒരു ജനസംഘക്കാരനായിരുന്നു. പ്രോഗ്രാം ഷൂട്ടിംഗ് കഴിഞ്ഞു. ഞാൻ ഒന്നും മറുപടി പറഞ്ഞില്ല. ഞാൻ പ്രോഗ്രാം ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ ഈ പുരുഷോത്തമനോട് ഞാൻ ചോദിച്ചു, അല്ല മാഷേ, നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിൽ എന്നെ പറഞ്ഞു? അല്ല, നിങ്ങളുടെ ഏത് നാട്ടുകാരനെന്ന് എനിക്കറിയില്ല, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. നിങ്ങളെ എന്തെങ്കിലും വിധത്തിലൊന്ന് തോൽപ്പിക്കണ്ടേ, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണെന്ന്. ആലോചിച്ച് നോക്കി. ഇങ്ങനെ കള്ളം പറയുന്നവരാണ് ഇവർ. ആ പുരുഷോത്തമൻ എൻ്റെ സുഹൃത്താണ് ഇപ്പോഴും. ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മെസ്സേജ് വഴിയെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുന്ന ആളാണ്. ഞാൻ പറയുന്നത് ഇവരുടെ സ്വഭാവം ജാതിയാലുള്ളത് തൂത്താ മാറില്ല. അങ്ങനത്തെ ടൈപ്പുകളാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. VD സതീശൻ അങ്ങോട്ട് വരാനുള്ള കളസം തച്ചതിനാൽ സുഖിപ്പിക്കുന്നതിൽ എനിക്കൊരു പ്രയാസമില്ല. ഈ അവതാരകൻ ഭയങ്കരമായിട്ട് സുഖിപ്പിക്കുന്നു VD സതീശനെ. മന്ത്രി ശിവൻകുട്ടിയെ അവൻ ഇവൻ എന്നൊക്കെ പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവാണല്ലോ. പിറ്റേന്ന് പറയുന്നു ഞാൻ അങ്ങനെ അവനെന്നോ യവനെന്നോ എടാ എന്നോ ഒന്നും വിളിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഈ അവതാരകൻ ആ വഴിയിലാണോ? ഞാൻ ചക്ക എന്ന് പറഞ്ഞാൽ ഇയാൾ അതിനെ ചുക്ക് എന്ന് പറയുന്നു, അല്ലെങ്കിൽ അങ്ങനെ കേൾക്കുന്നു. ഞാൻ എന്ത് മറുപടി പറയും അതിന്? എനിക്ക് കഴിവുമില്ല, മിടുക്കുമില്ല എന്നാരും അറിയാനുള്ള ഒന്നും ചെയ്തിട്ടുമില്ല എന്ന് പറയും. എനിക്ക് കഴിവുമില്ല, മിടുക്കുമില്ല, എന്നെ ആരും അറിയാനുള്ളത് ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് എവിടെയെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ ഈ അവതാരകനോ, കേരളം അറിയുന്ന നികേഷ് കുമാർ, അരുൺകുമാർ അല്ലെങ്കിൽ അനിൽ നമ്പ്യാർ തുടങ്ങിയവരെക്കാൾ മേളിലാണ് കക്ഷിയെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ വർത്തമാനം കേട്ടാൽ. പേര് പോലും എനിക്കറിയില്ല. ഒരു വിരൽ
എൻ്റെ നേരെ ചൂണ്ടുമ്പോൾ അല്ലെങ്കിൽ നീട്ടുമ്പോൾ കക്ഷിയുടെ നേരെ 4 വിരലുകൾ നീളുന്നു എന്നത് സ്വയം അറിഞ്ഞിട്ടല്ലേ മറ്റുള്ളവരെ ആക്ഷേപിക്കാൻ, കള്ളം പറയാൻ എന്നാണ് എനിക്ക് അയാളോട് ചോദിക്കാനുള്ളത്. സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് MA ബേബി കൊണ്ടുവന്നതിനെപ്പറ്റി ഞാൻ പ്രശംസിച്ച് കളഞ്ഞത്രേ. വാർദ്ധക്യ പെൻഷൻ 600-ൽ നിന്ന് 6600-ഉം പിന്നെ 2000-ഉം ആക്കിയതിന് പിണറായിയാണ് എന്ന് പറയാൻ പാടില്ലത്രേ. അദ്ദേഹം ചെയ്തതല്ല എന്നുള്ള രീതിയിലാണ് ഇയാൾ പറയുന്നത്. കേന്ദ്രത്തിൽ നിന്ന് തന്നു എന്ന് പറഞ്ഞോളൂ എന്ന് എനിക്കറിയില്ല. MA ബേബി സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ BSന്റെ കാലത്തായിരുന്നു അദ്ദേഹം കൊണ്ടുവരികയും കട്ട BJP RSSകാരനായ സുരേഷ് കുമാറിനെ അടക്കം സഹകരിപ്പിച്ച് നടപ്പിലാക്കിയതുമാണ് സാംസ്കാരിക ക്ഷേമനിധി ബോർഡ്. സുരേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഞാനടക്കമുള്ള സിനിമാക്കാർ, ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക്ക് അദ്ദേഹത്തിൻ്റെ സഹായത്തിലായി നൽകിയ സാംസ്കാരിക ലോട്ടറിയുമായി പാറശാല മുതൽ കാസർഗോഡ് വരെ ടിക്കറ്റ് വിറ്റ് ആ വരുമാനവും സിനിമയ്ക്ക് 5 രൂപ സെസ് ഏർപ്പെടുത്തി 3 രൂപ ക്ഷേമനിധിക്കും ബാക്കി ചിത്രാഞ്ജലിയെ ചലച്ചിത്ര അക്കാദമി മുതലാളിക്കും വീതം വയ്ക്കുകയാണ് ചെയ്തത്. ആ വരുമാനം കൊണ്ടാണ് ക്ഷേമനിധി നടക്കുന്നത്. അത് പൊതുജനത്തിൻ്റെ പൈസയാണെന്ന് പറയുകയാണ് ഈ അവതാരക സിംഹം. ഇന്ത്യയിലെങ്ങുമില്ലാത്ത സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് കക്ഷി അഭിനന്ദിക്കേണ്ട, പക്ഷേ ഫൽസിക്കരുത് എന്നാണ് ഇയാളുടെ എനിക്ക് പറയാനുള്ളത്. പ്രധാനമന്ത്രിക്ക് പറക്കാൻ 8,000 കോടി രൂപയുടെ വിമാനം വാങ്ങിയത് പൊതുജനത്തിൻ്റെ പൈസയിൽ നിന്നല്ലേ? അതോ RSSകാരൻ്റെ കാര്യാലയത്തിൽ നിന്ന് സംഭാവന നൽകിയതാണോ? അല്ലെങ്കിൽ ഈ ചാനലുകാരൻ കൊടുത്തതാണോ? ഇങ്ങനെയൊക്കെ ഇതിനെയൊക്കെയാണ് ഞാൻ വിവരക്കേടെന്ന് പറയുന്നത്. ഞാൻ വിവരം കെട്ടാനാണെന്ന് വിളിച്ചെന്ന് പറഞ്ഞ് അടുത്ത സ്റ്റോറി ഉണ്ടാക്കിക്കളയും എന്നതിനാൽ ഞാൻ അയാളെ വിവരം കെട്ടവൻ എന്ന് വിളിക്കുന്നില്ല. അനർഹരായവർ ക്ഷേമനിധി പെൻഷൻ നേടിയെടുക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞുവെന്നും പ്രേം നസീറിൻ്റെ മകൻ ഷാനവാസിനെ പോലെയുള്ളവരൊക്കെയാണ് ഈ പെൻഷൻ ലഭിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞെന്നുമാണ് ഈ കക്ഷി പറയുന്നത്. ഈ വർഗം നട്ടാൽ കുറുക്കാത്ത കള്ളം മുഖത്തോക്കി പറയാൻ ഒരു എളുപ്പമില്ലാത്തതാണെന്ന് ഞാൻ പറയുന്നത് ചുമ്മാതല്ല. ഇയാൾ എന്ത് ബോറനാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഷാനവാസിനെ പോലുള്ള വമ്പന്മാരാണ് ക്ഷേമനിധി ബോർഡിലെ പെൻഷൻ അടിച്ചുകൊണ്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞത്. സിനിമയിലെ ഏത് മേഖലയിലുള്ളവർക്കും അവർ ദരിദ്രരോ ധനികരോ എന്ന ഒരു ചേരിതിരിവും ഇല്ലാതെ സാംസ്കാരിക ക്ഷേമനിധി പെൻഷന് അർഹതയുണ്ട്. അതറിയാതെ അല്ലല്ലോ ഞാനവിടെ ഇരുന്നത്. ഞാനൊരു ദിവസം ക്ഷേമനിധിയുടെ ഓഫീസിലിരിക്കുമ്പോൾ നസീർ സാറിൻ്റെ മകൻ ഷാനവാസ് കടന്നു വന്നു. എങ്ങനെയാണ് ഈ പെൻഷന് അപേക്ഷിക്കേണ്ടത്, എത്ര വരുമാനമുള്ളവർക്കാണ് ഈ പെൻഷൻ ലഭിക്കുക എന്ന് തുടങ്ങിയ സംശയങ്ങളൊക്കെ പരിചിതനായ എന്നോട് ഷാനവാസ് തിരക്കി. ഞാൻ വിശദീകരിച്ചു കൊടുത്തു. എന്താ കാര്യം എന്ന് ഞാൻ തിരക്കിയപ്പോൾ എനിക്കൊന്ന് അപേക്ഷിക്കാനാണ്, 4000 ചെറിയ തുകയല്ലല്ലോ എന്നായിരുന്നു ഷാനവാസിൻ്റെ മറുപടി. ബാപ്പ വിചാരിച്ചിരുന്നെങ്കിൽ കേരളത്തിൻ്റെ പകുതി വാങ്ങിച്ചിടാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകന് പെൻഷൻ വേണോ എന്ന് ഞാൻ തിരക്കി. തിയേറ്റർ ഉടമ എന്ന നിലയിൽ മുത്തൂറ്റ് റോയി അടക്കമുള്ളവർ ഈ പെൻഷൻ അഭിമാനത്തോടെ വാങ്ങുന്നു. നിങ്ങൾക്കും വാങ്ങാം എന്ന് പറഞ്ഞ് ഷാനവാസിനെ ഞാൻ ചെയർമാൻ P. ശിവകുമാറിൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി. പെൻഷൻ അപേക്ഷയെല്ലാം അപ്പം തന്നെ ഓക്കെ ആക്കി. ഇക്കഥ ഞാൻ ഷാനവാസ് മരിച്ചപ്പോൾ പറഞ്ഞതിനെയാണ് ഈ അവതാരക സിംഹം പിണറായിയുടെ അളിയൻ ഇപ്പോൾ പറയുന്നു. വേറൊരു തരത്തിൽ അതിനെ തിരിച്ചുവിടുന്നു. ഒരുപക്ഷെ ഷാനവാസ് ഒരു മുസൽമാൻ ആയതിനാലാവാം എൻ്റെ പറ്റിൽ ഒരു ഞോണ്ടിയതാകണം. എന്നാൽ കേട്ടോ, ഷാനവാസിൻ്റെ ഭാര്യയ്ക്ക് ഷാനവാസ് വാങ്ങിയിരുന്ന 4000 രൂപയുടെ പകുതി പെൻഷൻ 2000 രൂപ ഇപ്പോൾ ക്ഷേമനിധിയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. ഇനി അത് വെച്ചൊരു കഥയുണ്ടാക്ക്. ഷാനവാസിൻ്റെ ഭാര്യയ്ക്ക് എന്തിനാണ് പെൻഷൻ എന്ന് ശാന്തിയുള്ള ദിനേശ് ചോദിച്ചു എന്നൊരു കഥയുണ്ടാക്ക്. അനർഹർക്ക് അർഹതപ്പെടാത്തവർക്ക് സാംസ്കാരിക പെൻഷൻ കിട്ടില്ല. 18 കലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണ് ഈ പെൻഷൻ. ക്ഷേത്രങ്ങളിൽ ഭാഗവതം വായിക്കുന്നവർക്കും തെയ്യം കലാകാരന്മാർക്കും അടക്കം ഈ പെൻഷൻ കിട്ടും. എന്നാൽ വരുമാനം സിനിമ ടിക്കറ്റിൻ്റെ സെസ്സായി പിരിക്കുന്നതിൻ്റെ പങ്കിൽ നിന്നാണ് കൊടുക്കുന്നത്. ഇത്തരം വിഷയങ്ങൾ പറയാനിറങ്ങുമ്പോൾ വിവരമുള്ള ആരോടെങ്കിലുമൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. അപ്പോൾ വിവരക്കേട് പറയേണ്ടി വരില്ല. ചുരുങ്ങിയത് UDFൻ്റെ കാലത്ത് ഗണേശൻ ഈ ബോർഡിൻ്റെ ചെയർമാനാക്കിയ ആളാണ് BJP സംസ്ഥാന കമ്മിറ്റി അംഗമായ സുരേഷ് കുമാർ. അദ്ദേഹത്തോടെങ്കിലും ചോദിച്ചിട്ട് വേണം
ഇത്തരം മണ്ടത്തരങ്ങൾ വിളമ്പാൻ ഇറങ്ങാൻ ഞാനൊരു നിർദ്ദേശം വയ്ക്കുകയാണ്. പ്ലീസ്, ഇനിയെങ്കിലും എന്നെപ്പറ്റി അയാൾ പറയുന്നുണ്ട്, വേണ്ടി വന്നാൽ ഞാൻ രണ്ടാം ഭാഗവും ചെയ്യാമെന്ന്. നിൻ്റെ നാക്കലയ്ക്കാമെന്നുള്ളതല്ല ഒരു ഫലവും അതിനുണ്ടാവില്ല. എന്നെ അറിയാവുന്നവർക്കറിയാം, നീ ഇനി എത്ര കള്ളം പറഞ്ഞാലും അത് ഏക്കില്ല. ക്രെയിൻ നന്ദകുമാർ എൻ്റെ ഒരു സുഹൃത്താണ്, പഴയകാല സുഹൃത്താണ്. ക്രെയിൻ നന്ദകുമാർ MA ബേബിയുടെ സാംസ്കാരിക ഔന്നത്യത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ടത്രേ. അപ്പോൾ ഈ സംഗി അവതാരകൻ്റെ സംസ്കാരത്തിൻ്റെ തോത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദകുമാർ കേസുകൾ കോടതിയിൽ തെളിയിച്ച് ബേബിയെ കുറ്റം ചെയ്തവനായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ടത്രേ. നട്ടകുറുക്കത്തെ കള്ളേ പറയൂ. ഇദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് MA ബേബിയെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച് ജയിലിൽ ഇട്ട കാര്യം. നന്ദകുമാർ കൊടുത്ത കേസിൽ ജയിലിൽ ജീവപര്യന്തം കിടന്നിട്ടുണ്ട് MA ബേബി. ആ രീതിയിലാണ് ഇയാൾ സംസാരിക്കുന്നത്. എനിക്ക് ഇതിനപ്പുറം പറയാനില്ല. ഈ മഹാനിൽ നിന്ന് എനിക്ക് രാഷ്ട്രീയം പഠിക്കാനുമില്ല. ഞാൻ പറയുന്നതൊന്നും സുരേഷ് ഗോപി കേൾക്കാറില്ലേ എന്നും ജീവിതത്തിൽ ഞാനൊന്നും ആയില്ല എന്നും പബ്ലിസിറ്റിക്കായിട്ടാണ് ഞാനിതെല്ലാം പറയുന്നതെന്നും, ഞാൻ പറയുന്നത് എന്തെങ്കിലും കേട്ടിട്ട് സുരേഷ് ഗോപി എന്തെങ്കിലും എനിക്കെതിരെ പറഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ വരിക്കാരുടെ എണ്ണം കൂട്ടാൻ നടക്കുന്ന ഒരാളാണ് ഞാനും എന്നൊക്കെ ഇയാൾ വച്ച് താങ്ങുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ തുടങ്ങി ഇപ്പോൾ അത് 2,25,000 എന്തോ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. നമ്മൾ 750ഓളം സ്റ്റോർ ചെയ്തു. ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ ഇവിടുത്തെ യൂട്യൂബുകാരന്മാർ വന്നെന്ന് പറയും പോലെ ബെൽ ബട്ടൺ അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്കെല്ലാം അയച്ചു കൊടുക്കണം, എവിടെയെങ്കിലും ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവൻ പറയുന്നത് സുരേഷ് ഗോപി എന്നെ തെറി വിളിച്ചാൽ, ദിനേശ് അങ്ങനെ പറഞ്ഞാൽ ദിനേശനെ ഭാബില്ലേ എന്നൊക്കെ പറഞ്ഞ് 4 ഡയലോഗ് അദ്ദേഹം പറഞ്ഞാൽ ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ ഒന്ന് ഉയർത്താൻ വേണ്ടി ഞാൻ കളിക്കുന്ന കളി എന്നാണ് ഈ മനുഷ്യൻ പറയുന്നത്. സത്യം മാത്രമേ പറയൂ എന്ന് ഞാൻ പറയുന്നത്രേ. തിരിച്ച് ഇദ്ദേഹം സത്യമേ പറയില്ല എന്നുള്ളത് ഈ പ്രോഗ്രാം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ സത്യമേ പറയൂ, ഇല്ലെങ്കിൽ സത്യമല്ലാത്ത അസത്യമായ ഒരു കാര്യം പറഞ്ഞത് ഇയാൾ അടുത്തൊരു എപ്പിസോഡ് ചെയ്തിട്ട് പറ. ചോണയുണ്ടെങ്കിൽ പറ, നല്ല അച്ഛന് പറഞ്ഞവനാണെങ്കിൽ പറ. സത്യമല്ലാത്തതാ ഒരു അസത്യം ദിനേശ് പറഞ്ഞിട്ടുണ്ട്. ഈ 750 സ്റ്റോറിയിൽ ഇത് കള്ളമാണ് എന്നുള്ള ഒരു സ്റ്റോറിയിലെ കള്ളം പറ. ഞാൻ ഇതുപോലെ വന്നിരുന്ന് സമസ്ത അപരാധം നിന്നോട് മാപ്പ് പറയാം. അതിനാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, എൻ്റെയും നിൻ്റെയും അച്ഛൻ 2 പേരാണ്, 2 ജീനാണ്. ഈ ജന്മ നടക്കില്ല. അത് എന്ത് നഷ്ടം വന്നാലും ശരി, എന്തൊക്കെ സംഭവിച്ചാലും ശരി, നിന്നെപ്പോലുള്ളവൻ 1000 എപ്പിസോഡ് എന്നെ തെറി വിളിക്കാൻ ഉപയോഗിച്ചാലും ശരി, സത്യത്തിൽ നിന്ന് അണുകിട വ്യത്യസ്തമായി ദിനേശ് ജീവിക്കില്ല. എങ്കിൽ അവിടെ ദിനേശ് അവസാനിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് നിർത്തുന്നു. എന്തിന് ചെയ്തു എന്ന് നിങ്ങളാരും ചോദിക്കരുത്. ഇതുപോലുള്ള വിവരദോഷികൾ നമ്മളെപ്പറ്റി ഇതുപോലുള്ള കഥകളുണ്ടാക്കി എൻ്റെ തിരുമോന്തയും വെച്ച് ഒരു കാർഡുണ്ടാക്കിയിട്ട് ദിനേശ എന്ന് പറഞ്ഞ് കയറി 1000 പേര് കാണട്ടെ എന്നുള്ള നമ്പറിലാണ് ഇത് കാണിക്കുന്നത്. എടാ അത് കാണിച്ചോ, പക്ഷേ നാണമുണ്ടെങ്കിൽ എൻ്റെ ഫോട്ടോയും എൻ്റെ പേരും ഒക്കെ ഉപയോഗിച്ചിട്ട് എന്നെപ്പറ്റി അപവാദം പറയാമോ, മണ്ടത്തരങ്ങൾ പറയാമോ? ഞാൻ സുരേഷ് ഗോപിയെ ശത്രുവായി കാണുന്നത്രേ. എന്നിട്ട് സുരേഷ് ഏട്ടൻ എന്നെ 4 തെറി പറഞ്ഞാൽ അത് വെച്ച് എൻ്റെ ചാനൽ വളർത്താമെന്ന് പറഞ്ഞാൽ എടാ അതിനേക്കാളും പോയി ആത്മഹത്യ ചെയ്തൂടെ. എനിക്ക് കൂടുതൽ പറയുന്നില്ല, ഞാൻ പറഞ്ഞാൽ വഷളാവും, അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ആലോചിച്ച് നോക്കൂ, ഒരു കേന്ദ്രം ഭരിക്കാൻ കിട്ടി എന്നുള്ള ഒരു അവസ്ഥ വെച്ചിട്ട് ഇവിടെ കാണിക്കുന്ന പോക്കൃത്തനങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ സംസ്ഥാനം ഭരിക്കാൻ കിട്ടിയാൽ ഈ നാട്ടിൽ എന്നെപ്പോലുള്ളവർക്ക് എന്തായാലും ജീവിക്കാൻ പറ്റില്ല. നേരെ പോ എന്ന് പറഞ്ഞ് ജീവിക്കണമെങ്കിൽ പറ്റില്ല. ഇവരെ പോലുള്ളവർ അധികാരത്തിൽ വന്നാൽ വരില്ല. എൻ്റെ ജീവൻ അവസാനിക്കുന്നവരും വരില്ല. എന്നാലും ഞാൻ പറയുകയാണ്, പേടിപ്പെടുത്തുകയാണ് നമ്മളെ. മനസ്സിലായില്ലേ? ഒരു പുല്ലും കയ്യിലില്ലെങ്കിൽ എൻ്റെയൊക്കെ വിചാരം എന്തും പറയാം ആരെയും എന്നാണ്. ഞാൻ പറയുന്നതിനെല്ലാം സത്യസന്ധത ഉണ്ടാവും. ഇല്ല എന്ന് സുരേഷ് ഗോപിച്ചേട്ടനെ പറ്റി പറഞ്ഞത് അടക്കം എടുത്തു വെച്ച് നീ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്ക്. 100% കൃത്യമായ സത്യങ്ങളല്ലാതെ ദിനേശ് പറയില്ല. നിനക്ക് ഈ ഷാനവാസിനെയൊക്കെ പറഞ്ഞ പോലെ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കാം. അത് നിൻ്റെ ജന്മനാ. നീയൊക്കെ ഈ വർഗം തന്നെ നാക്കെടുത്താൽ കള്ളം പറയുന്നവന്മാരല്ലേ, അത് പറഞ്ഞോ. പക്ഷേ എൻ്റെ പടലിൽ കൊണ്ട് ചാരാതിരിക്കുന്നതാണ് നിനക്ക് ഭംഗി എന്ന് ഞാൻ പറയുന്നു. പേരറിഞ്ഞിടത്തോളാണ് നിനക്കെന്നൊക്കെ പറയേണ്ടി വരണേ. നിൻ്റെ പേര് പോലും എനിക്കറിയില്ല. പ്രണവ് റോയുടെ അളിയൻ എന്നൊക്കെ വിളിക്കാനേ പറ്റുള്ളൂ. കാരണം പേരറിയാത്തവന് പിന്നെ എന്ത് വിളിക്കും? അതാണ് പ്രശ്നം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.